അതനുസരിച്ച് ജീവിക്കാൻ വയ്യാത്തവർ അവർ നിർബന്ധിക്കില്ല. അതുകൊണ്ട് അവർ പള്ളിയിൽ കയറ്റാതെയോ ദുഷ്ടരാണെന്നോ അല്ലെങ്കിൽ ആടി കിണ്ണം പറയുന്നത് കണക്ക് ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ പറയുന്നിടത്ത് ഷിഹാബ് മേത്തർ എവിടെ അടക്കി, ആനക്കയത്തിനെ എവിടെ അടക്കി? അവരത്രയും വലിയ പ്രശ്നക്കാരാണല്ലേ? മതം വിട്ടു വന്നു കഴിഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടും, അത് ചെയ്യപ്പെടും, ഇത് ചെയ്യപ്പെടും എന്ന് നിങ്ങൾ പറയുന്ന വായ്ത്താളം ഏറ്റുകൊണ്ട് പലരും ഭയപ്പെട്ട് പല രീതിയിൽ ഇസ്ലാമിനെ അവഹേളിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ഷിഹാബ് മേത്തറെ പോലുള്ള അവിശ്വാസിയെ കൊണ്ടുവന്ന് എവിടെ അടക്കി എന്നുള്ളതൊന്ന് പറഞ്ഞുതരാമോ? ഇവർക്ക് ഇസ്ലാം മതത്തിനെ വിട്ടിട്ട് ഇറങ്ങി നിൽക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുക, പ്രീ സെക്സ്, കണ്ടട നിരങ്ങി നടക്കുക, തെണ്ടി അലിഞ്ഞ് നടക്കുക, കഞ്ചാവടിച്ച് കള്ള വർത്താനം പറയുക, അതിനുവേണ്ടി മാത്രമാണ്. അല്ലാതെ എന്തിനാണ് ഇവർ ഇസ്ലാമിനെ അവഹേളിക്കുന്നത് പറഞ്ഞുതരാമോ? ഷിഹാബ് മേത്തറുടെ ഭാര്യയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. നെറ്റിലുണ്ട്, കൂടുതലൊന്നുമില്ല, ചെറിയ പോഷൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മതം കൃത്യമായി മതഗ്രന്ഥങ്ങൾ വെച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അത് മനുഷ്യവിരുദ്ധമാണെന്നും അത് വൃത്തിയില്ലാത്തതാണെന്നും അതുകൊണ്ട് മനുഷ്യന് ഉപദ്രവമല്ലാതെ വലിയ ഉപകാരങ്ങളൊന്നുമില്ല ബോധ്യമായിരുന്നു. അല്ല തള്ളേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭർത്താവിന്റെ ശവം നടു റോട്ടിൽ കിടന്ന് പുഴുത്ത് നാറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചിട്ടത് ഇസ്ലാമാ, ഇസ്ലാം വിശ്വാസികളാ. അങ്ങനെ ഒരു ഉപകാരപ്രദമായ മതമായിട്ട് അത് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇനി ഭർത്താവ് മരിച്ചിരിക്കുന്ന സ്ത്രീയെ ഞാൻ അവഹേളിച്ചു ഉപദ്രവിച്ചു എന്ന് പറയണ്ട. ഇൻഫിഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, പോയി നോക്കുക. പെണ്ണുമ്പിളയും കെട്ടിയവനും ഒക്കെ അതിനകത്ത് ധാരാളം ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ അവഹേളിച്ച് അപരാധിച്ചങ്ങ് തകർക്കുന്നുണ്ട്. പോയി നോക്കിയാൽ മതി, മനസ്സിലാക്കും. ഇപ്പോൾ അയാൾ മരണപ്പെടുമ്പോൾ അയാളുടെ ബോഡിയുടെ പൂർണ്ണ അവകാശം എന്ന് പറയുന്നത് ഭാര്യയ്ക്കും കുട്ടിക്കുമാണ്. ഇയാൾക്ക് 2 കുട്ടികളാണ്. ഭാര്യയും 2 കുട്ടികളുള്ള ഈ പെണ്ണ് വിചാരിച്ചാൽ വിശ്വാസികളുടെ കൂടെ ഇയാളെ കൊണ്ട് അടക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്ന അയാൾ ഒരിക്കലും വിശ്വാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചില്ല, അയാൾക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോയി ആരെങ്കിലും അവിടെ അടക്കുക ഇല്ല. ഇരുന്ന് പുഴുത്ത് നാറാതിരിക്കാൻ അവർ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇനി നമുക്ക് യുക്തിവാദികളുടെ കഥയിലേക്ക് വരാം. ഇവരൊക്കെ യുക്തിവാദം തലയിൽ പേറിയിട്ടാണ് ഇങ്ങനെ ആയെന്നാ പറയുന്നത്. അവിശ്വാസം എന്ന് പറയുക, തോന്നിവാസം കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ട് എച്ചുമുച്ചിലിയുമായി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാണ് യുക്തിവാദത്തിനെ കൂട്ടുപിടിക്കുന്നത്? ഇവറ്റകൾ കാരണം യുക്തിവാദികൾ എന്നും തെറി വെക്കുക. അവരെന്ത് ചെയ്തിട്ടാണ്? എന്താണ് യുക്തിവാദം എന്ന് പോലും അറിയാത്ത കോഴകളാണ് ഇരുന്നു കൊണ്ട് യുക്തിവാദിയാണെന്ന് അഭിനയിക്കുന്നത്. കാമിത യുക്തിവാദിയാ അത്ര. ഞാൻ യുക്തിവാദിയാണ്. കൂടെ ഉള്ളവൻ നല്ല ഫസ്റ്റ് ക്ലാസ് പോക്കറ്റടിക്കാരനാണ്. അവന് അത്യാവശ്യം പണം കിട്ടും, കൂടെ എവളും കിടന്നു കൊടുക്കും. ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് അവർ ഈ യുക്തിവാദം കൊണ്ട് തള്ളിവിടുന്നത്. വാസ്തവത്തിൽ അവർക്കൊരു യുക്തിവാദവും ഇല്ല. അവനൊരു ഭക്തിവാദിയാണെന്ന് പറഞ്ഞാലേ ചാവുമ്പോൾ എവളെ കൊണ്ടേ കുഴിച്ചിട്ട് ഒരു പള്ളിക്കവർ ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇനി ആരിഫ് ഖണ്ണൻ, അയാളുടെ വലങ്കൈയായിരുന്നു ഷിഹാബ് മേത്തർ. എന്താ അവനെ കൊണ്ട് എന്ത് സാധിച്ചു? ഇതാണ് ആരിഫ് ഹുസൈൻ കാണുന്ന കിനാച്ചേരി. ഇതാണ് ഇനി എക്സ് മുസ്ലിം സംഘടന എന്ന് പറഞ്ഞൊരു സംഘടനയെ കയറി ഇരിപ്പുണ്ട്. മുറിയൻ ലിയാക്കത്ത് എന്ത് ചെയ്തു അവൻ? എന്ത് തന്നെ ആയാലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കാണ് അതുകൊണ്ട് പൊതുശ്മശാനമുണ്ട്. യുക്തിവാദികളായിട്ടുള്ളവരും വിശ്വാസികളല്ലാത്തവർക്കും ഒക്കെ അടക്കപ്പെടാനുള്ള സ്ഥലമാണ് പൊതുശ്മശാനം. അവിടെ കൊണ്ട് അടക്കിയില്ലല്ലോ. ഈരാറ്റുപേട്ടയിലോ പുത്തമ്പള്ളിയിൽ തന്നെ അടക്കണമെന്ന് ആര് നിഷ്കർഷിച്ചു? ആര് നിർബന്ധിച്ചു? ഇസ്ലാമിയിൽ വന്നോ? കാലി പിടിച്ചോ? അങ്ങനെയാണോ?